ഹലോ ഗേയ്സ്, ഈ സ്പോർട്സ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ ഫസ്റ്റത്തെ ഇൻഫോ തന്നെ പൊക്കിമോൻ യുണൈറ്റ് ഏഷ്യ ചാമ്പ്യൻസ് 2025 ഇന്ത്യ ലീഗിന്റെ ഡേ 6 മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. RNTXന്റെ ഒരു ഡോമിനേഷനാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. മാച്ച് 1 റെക്കനിങ്ങിനെ തോൽപ്പിക്കുകയും മാച്ച് 2 ഗോൾഡ്സ്ട്രെയിനും തോൽപ്പിച്ചു. ഫൈനൽ മാച്ചിൽ ബെസ്റ്റ് ഓഫ് 3 ഗ്ലോബലി സ്പോർട്സിനെ 2-1 തോൽപ്പിച്ചുകൊണ്ട് RNTX ആണ് ഡേ 6 ചാമ്പ്യന്മാരായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഡേ 6 അവസാനിച്ചപ്പോൾ പോയിന്റ് ടേബിൾ ഗ്ലോബലി സ്പോർട്സ് ആണ് ആ ഒരു ടോപ്പിൽ നിൽക്കുന്ന 83 പോയിന്റായിട്ട്. തൊട്ട് പിന്നാലെ തന്നെ നമ്മളെ RNTX നിൽക്കുന്നുണ്ട് സെയിം പോയിന്റായിട്ട് 83 പോയിന്റായിട്ട്. തേർഡ് SA2ലാണ് നിൽക്കുന്നത് 67 പോയിന്റായിട്ട്. ഇനിയും 1-2 ദിവസങ്ങൾ കൂടിയുള്ളൂ ഈ ഒരു പോക്കിമോൻ യുണൈറ്റിന്റെ ഈ ഒരു ഇന്ത്യ ലീഗ് എന്ന് പറയുന്നത്. അതിൽ ചാമ്പ്യന്മാരാകുന്നവരാണ് ഇന്ത്യയെ റെപ്രസെൻറ്റേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ കളിക്കാൻ പോകുന്നത്. അതിന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ ESL സ്നാപ്ഡ്രാഗൺ പ്രോ സീരീസ് 1 കോടി രൂപ പ്രൈസ് പൂൾ വരുന്നതിന്റെ സെമി ഫൈനൽസിന്റെ ഡേ 8 മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് മാച്ച് വൈസ് ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ മാച്ച് 1 തന്നെ ബോട്ട് ആർമിയുടെ വക നമുക്ക് ആ ഒരു ചിക്കൻ ഡിന്നർ കാണാനായിട്ട് സാധിച്ചു. 13 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് സ്വന്തമാക്കി. ലാസ്റ്റ് ആ ഒരു 1v1 ഫൈറ്റ് ജയിച്ചുകൊണ്ടാണ് ബോട്ട് ആർമി ആ ഒരു ചിക്കൻ ഡിന്നർ സ്വന്തമാക്കിയത്. മാച്ച് 2ലും ബോട്ട് ആർമിയുടെ വക ആ ഒരു ചിക്കൻ ഡിന്നർ പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയും 13 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് ബോട്ട് ആർമി സ്വന്തമാക്കിയത്. നമ്മൾ മല്ലുവർഗയുള്ള മിത്ത് ഒഫീഷ്യൽസ് 11 പോയിന്റ് സ്വന്തമാക്കി. മിത്തിനും നല്ലൊരു പ്ലെയർ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു, ആ ഒരു ചിക്കൻ അടിക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ബോട്ട് ആർമി മിത്തിനെ തോൽപ്പിച്ചുകൊണ്ട് ആ ഒരു ചിക്കൻ സ്വന്തമാക്കാണ് ചെയ്തത്. മാച്ച് 3 ടീം എംപയർ 11 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറും സ്വന്തമാക്കിയാൻ. മാച്ച് 4 സാൻഹോക്കിൽ നമുക്ക് ഗോൾ ലേക്കിന്റെ ആ ഒരു ഡോമിനേറ്റിംഗ് പെർഫോമൻസ് ആണ് കാണാനായിട്ട് സാധിച്ചത്. 16 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് ഗോൾ ലേക്ക് സ്വന്തമാക്കിയത്. ജോണതൻ സോളോ 5 ഫിനിഷേഴ്സ് സ്വന്തമാക്കിയാൻ. ഗോൾ ലേക്കിൽ പുതിയ ജോയിൻ ചെയ്ത സാപ്പും അടിപൊളിയായിട്ട് തന്നെ ടീമിന്റെ കൂടെ കളിച്ചിട്ടുണ്ടായിരുന്നു. മാച്ച് 5 വീക്കെൻഡിൽ നമ്മളെ ക്ലഷ്ഗോണിന്റെ ടീമായുള്ള ഗുജറാത്ത് ടൈഗേഴ്സിന്റെ ആ ഒരു പെർഫോമൻസ് കാണാനായിട്ട് സാധിച്ചു. 10 ഫിനിഷസോട് കൂടിയുള്ള ചിക്കനാണ് വീക്കെൻഡിൽ ഗുജറാത്ത് ടൈഗേഴ്സ് സ്വന്തമാക്കിയ. ലാസ്റ്റ് മാച്ചിൽ ടീം ലെജിറ്റ് 12 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറും സ്വന്തമാക്കി. അങ്ങനെ ഡേ 8 അവസാനിച്ചപ്പോൾ പോയിന്റ്സ് ടേബിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ VXT തന്നെയാണ് ആ ഒരു ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നത്. ഇന്നലെ 33 പോയിന്റ് സ്വന്തമായിക്കൊണ്ട് 231 പോയിന്റുമായിട്ട് ആഷ് 1ൽ നിൽക്കുന്നുണ്ട്. സെക്കൻഡ് പൊസിഷനിൽ ഗോളിലേക്കും നിൽക്കുന്നുണ്ട് 202 പോയിന്റായിട്ട്. ഈ ഒരു 2 ടീമുകൾ മാത്രമാണ് 200 മുകളിൽ പോയിന്റ്സ് സ്വന്തമാക്കിയത്. ഗോളിലേക്ക് വേറെ ലെവൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. തേർഡ് ബോട്ട് ആർമിയാണ് എത്തിയിട്ടുള്ളത്. ഈ ഒരു വീക്ക് 3 തുടങ്ങിയപ്പോൾ 18ാം സ്ഥാനത്ത് ഉണ്ടായിരുന്ന ടീം പിന്നീട് 10ാം സ്ഥാനത്തേക്ക് എത്തി. ഇന്നലെ 3ാം സ്ഥാനത്തേക്കാണ് ടീം എത്തിയിട്ടുള്ളത്. വേറെ ലെവൽ കംബാക്കാണ് കാഴ്ചവെച്ചത്. ഇന്നലെ 3 മാച്ചുകൾ 48 പോയിന്റാണ് സ്വന്തമാക്കിയത്. എക്സ്പെഷ്യലി 3 ചിക്കൻ ഡിന്നർ, അതായത് ഹാട്രിക് ചിക്കൻ ഡിന്നറാണ് അവർ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്നലത്തെ ഫസ്റ്റ് 2 മാച്ചിൽ ചിക്കൻ അടിച്ചു. അതിന് മുന്നത്തെ ദിവസം ലാസ്റ്റ് മാച്ചിലും അവർ ചിക്കൻ ആയിരുന്നു. അങ്ങനെ ഹാട്രിക് ചിക്കൻ ആയിരുന്നു ടീം അടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പെർഫോമൻസോട് കൂടിയിട്ട് തന്നെ വ്യൂവേഴ്സിൽ കുറേ പേര് ഈ ഒരു ടീമിന് സസ്പീഷ്യസ് ആണ്, ഹാക്കിംഗ് അലിഗേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു ടീമിനെതിരെ വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു ടീമിനെ കുറേ കാലമായിട്ട് നമ്മൾ കാണുന്നതാണ് T2 ലെവലിലും അല്ലെങ്കിൽ T1 ലെവലിലേക്ക് ഇങ്ങനെ ക്വാളിഫൈ ആയി വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ടീമിനെതിരെ സസ്പീഷ്യസ് ആയിട്ടുള്ള ക്ലിപ്പുകളോ സസ്പീഷ്യസ് ആയിട്ട് വേറെ ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ടീമിനെതിരെ അങ്ങനെ പറയാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ കറണ്ട്ലി കാണുന്നിടത്തോളം നമുക്ക് എന്തായാലും ജെന്യൂൻ ആയിട്ട് കളിക്കുന്നത് തന്നെയാണ് തോന്നുന്നത്. ഇനി സസ്പീഷ്യസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും നോഡ്വിനാണ് ഓർഗനൈസേഴ്സ്, അവർക്കറിയാം ഈ ഒരു ടീമിനെതിരെ എന്ത് ചെയ്യണം എന്നുള്ളത്. എന്തായാലും വേറെ ലെവൽ കംബാക്ക് ബോട്ട് ആർമി കാഴ്ചവെച്ചു. 5ാം സ്ഥാനത്താണ് സോള് നിൽക്കുന്നത് 176 പോയിന്റായിട്ട്. 12ാം സ്ഥാനത്ത് കാർണിവൽ ഗെയിമിംഗ് നിൽക്കുന്നുണ്ട്. ഇന്നലെ വെറും 3 പോയിന്റ് മാത്രമേ കാർണിവൽ ഗെയിമിങ്ങിന് സ്വന്തമാക്കാനായിട്ട് സാധിച്ചുള്ളൂ. അങ്ങനെ 151 പോയിന്റുമായിട്ട് 12ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. മിത്ത് ഒഫീഷ്യൽസ് ഇന്നലെ 16 പോയിന്റ് സ്വന്തമായിക്കൊണ്ട് 125 പോയിന്റായിട്ട് 18ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഈവിള് കളിക്കുന്ന JenXFും വെറും 2 പോയിന്റാണ് ഇന്നലെ സ്വന്തമാക്കിയത്. 108 പോയിന്റായിട്ട് 25ാം സ്ഥാനത്താണ് ടീം നിൽക്കുന്നത്. ഇന്നും കൂടിയാണ് ഈ ഒരു വീക്കിലെ മത്സരങ്ങളുള്ളത്. ഡേ 9 ഇന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം പിന്നെ 3 ദിവസം വെള്ളി ശനി ഞായർ ദിവസങ്ങളാണ് ലാസ്റ്റ് ഡേയും വരുന്നത്. നമുക്ക് നോക്കാം ഏതൊക്കെ ടീമുകൾ വേറെ ലെവൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുള്ളത്. അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് ഗോളിലേക്ക് പുതിയൊരു ലൈനപ്പ് എടുക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. BGMAയിലല്ല, നമ്മളെ ഇന്ത്യൻ ഗെയിമായുള്ള ഇൻഡസ് ബാറ്റിൽ റോയാൽ ഗോളിലേക്ക് ഇപ്പോൾ ലൈനപ്പും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. പ്രോപ്പറായിട്ട് അവർക്കൊരു നല്ല ലൈനപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഗോളിലേക്കും അവരുടെ ഇൻഡസ് ബാറ്റിൽ റോയാലിൻ്റെ ആ ഒരു ലൈനപ്പിനെ ചൂസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഒരുപാട് T1 ടീമുകൾ ഇൻഡസ് ബാറ്റിൽ റോയാലിൻ്റെ ലൈനപ്പുകൾ എടുത്തിട്ടുണ്ട്. ഇനി സോളും അല്ലെങ്കിൽ SA2 RNT അങ്ങനെ ഗോളിലേക്ക് തുടങ്ങിയുള്ള ടീമുകളൊക്കെ ഈ ഒരു ലൈനപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇൻഡസ് ബാറ്റിൽ റോയാലിന് വലിയൊരു ബൂസ്റ്റ് ആയിരിക്കും. ആ ഒരു സ്പോർട്സ് ലെവലും ബൂസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ മലയാളി പ്ലേയേഴ്സ്
ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ജസ്റ്റ് ഒന്ന് ഇതിൽ ട്രൈ ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് മേ ബി ഇതിലായിരിക്കും ഫ്യൂച്ചർ. അതുപോലെ തന്നെ നമ്മളെ മല്ലു ഓർഗുകളും അവരുടെ ഇൻഡസ് ബാറ്റിൽ റോയൽ ലൈനപ്പുകളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇൻഡസ് ബാറ്റിൽ റോയൽ ആരാ ഒരു ടോപ്പ് ലെവലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കും എന്നുള്ളത്. അപ്പോൾ എന്താ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, നിങ്ങളെപ്പോഴും കമൻറ്റായി രേഖപ്പെടുത്താം. അടുത്ത വീഡിയോസ് നേരെ ബൈ ഗൈസ്.